നിങ്ങൾ ഭീരുക്കളാണ്. ഗാസയിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ വിജയമില്ല. ഇസ്രായേൽ പാർലമെന്റിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അയ്മാൻ ഉദേ പറഞ്ഞ വാക്കുകളാണിത്. ഇസ്രായേൽ ഇടതുപക്ഷത്തിന്റെ ശബ്ദം അയ്മാൻ ഉദയുടേത്. മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് ജനപ്രതിനിധി എന്ന നിലയിൽ ഗാസയിൽ മരിച്ചു വീണ മനുഷ്യർക്ക് വേണ്ടി ശബ്ദിച്ച അയ്മാന്റെ പ്രസംഗം പക്ഷേ നെതന്യാഹു സർക്കാർ തടസ്സപ്പെടുത്തി. പാർലമെന്റിലെ സുരക്ഷാ ഗാർഡുകൾ അദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് പുറത്താക്കി. ബോംബ് വർഷിച്ചും പട്ടിണിക്കിട്ടും പലസ്തീനികളെ കൊല്ലുന്ന ഇസ്രായേൽ ഭരണകൂടത്തെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് അയ്മാന്റെ പ്രസംഗം. നിങ്ങൾക്കറിയില്ല നിങ്ങളെ ഞങ്ങൾ എത്രമാത്രം ദുർബലരായാണ് കാണുന്നതെന്ന്. അത്രയും ദുർബലരാണ് നിങ്ങൾ. ഒരു വർഷം കൊണ്ട് നിങ്ങൾ കൊന്നത് 19,000 കുഞ്ഞുങ്ങളെയാണ്, 53,000 പലസ്തീനികളെയാണ്. രാഷ്ട്രീയ നേട്ടത്തിനായി സർവകലാശാലകളെയും ആശുപത്രികളെയും നിങ്ങൾ നശിപ്പിച്ചു. എന്നിട്ടും നിങ്ങൾക്ക് രാഷ്ട്രീയമായി വിജയിക്കാനായില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുന്നത്. പാർലമെന്റിൽ നിന്ന് പുറത്താക്കുമ്പോഴും ഭരണപക്ഷത്തിന്റെ ബഹളത്തിനിടയിലും അയ്മാൻ നിർത്താതെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഇസ്രായേലിലെ അറബ് പലസ്തീൻ വിഭാഗത്തിന്റെ നേതാവും ഇസ്രായേൽ ഇടതുപക്ഷമായ ഹദാഷ് പാർട്ടിയുടെ നേതാവുമായ അയ്മാൻ ഉദേ രാഷ്ട്രീയ രംഗത്തെ സമാധാനത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്ന നേതാവാണ്. രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി നിയമജ്ഞനും കൂടെയായ അദ്ദേഹം അറബ് ജൂത സമുദായങ്ങൾക്കിടയിൽ സഹവർത്തിത്വവും സാഹോദര്യവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടും ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനാണ്. ഇസ്രായേലിലെ പലസ്തീൻ പൗരൻ എന്ന നിലയിൽ എൻ്റെ വീക്ഷണം യഹൂദ പൗരന്മാരുടെ വീക്ഷണത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കാം. നിങ്ങളിൽ പലരും യഹൂദന്മാരുടെ മാത്രം കഷ്ടതകളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ ഞാൻ രണ്ട് വിഭാഗത്തിൻ്റെയും കഷ്ടതകൾ കാണുകയും അതിൽ ദുഃഖിക്കുകയും ചെയ്യുന്നു. ഇത് എൻ്റെ മാത്രമല്ല, ഈ രാജ്യത്ത് താമസിക്കുന്ന എല്ലാ അറബികളുടെയും സ്ഥിതിയാണ്, അയ്മാൻ ഉദേ പറയുന്നു. ഇത് ആദ്യമായല്ല നെതന്യാഹുവിനെതിരെ അയ്മാൻ രംഗത്ത് വരുന്നത്. 2024 നവംബറിൽ നടന്ന സെനറ്റ് പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സീരിയൽ കില്ലർ എന്നും അദ്ദേഹം വിളിച്ചിരുന്നു. ഗാസയിൽ നിങ്ങളുടെ സിസ്റ്റം കൊന്നൊടുക്കിയത് 17,385 കുട്ടികളെയാണ്. അതിൽ 825 പേർ 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണ്. 35,055 കുട്ടികൾ അനാഥരാക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ രക്തം നിങ്ങളെ വേട്ടയാടും. 30 വർഷമായി നിങ്ങൾ ചെയ്യുന്നത് സീരിയൽ കില്ലിംഗ് ആണ്. നെതന്യാഹു സർക്കാരിനുള്ള എല്ലാ പിന്തുണയും അവസാനിപ്പിച്ചുകൊണ്ട് ഗാസ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന് മാധ്യമങ്ങളിലൂടെ അദ്ദേഹം ആവശ്യപ്പെട്ടു. 1998 ഹൈഫ സിറ്റി കൗൺസിലിൽ ഹദാഷിനെ പ്രതിനിധീകരിച്ച് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച അയ്മാൻ ഉദേ 2006 പാർട്ടിയുടെ സെക്രട്ടറി ജനറലായി. ശേഷം 4 അറബ് പാർട്ടികളുടെ സഖ്യമായ ജോയിന്റ് ലിസ്റ്റിന്റെ നേതൃത്വം ഏറ്റെടുത്തു. 2015 ഉദേ ഹദാഷിന്റെ നേതാവാകുന്നത്. പിന്നീട് ഇസ്രായേലിലെ പലസ്തീൻ പൗരന്മാരുടെ പ്രമുഖ നേതാവായി മാറുകയായിരുന്നു. 2015 തിരഞ്ഞെടുപ്പിൽ ജോയിന്റ് ലിസ്റ്റ് 13 സീറ്റുകൾ നേടി. ഇസ്രായേൽ പാർലമെന്റായ ക്നെസറ്റിൽ 3ാമത്തെ വലിയ ശക്തിയായി. 2017 അൽ ഹിറാൻ ബഡോവിൻ ഗ്രാമത്തിൽ പോലീസുമായുണ്ടായ സംഘർഷത്തിൽ അദ്ദേഹത്തിന് സ്പോഞ്ച് ടിപ്ഡ് ബുള്ളറ്റ് കൊണ്ട് പരിക്കേറ്റു. അറബ് പൗരന്മാർ ഇസ്രായേൽ സുരക്ഷാ സേനകളിൽ ചേരരുതെന്ന 2022 അദ്ദേഹത്തിന്റെ ആഹ്വാനം തീവ്ര ദേശീയവാദികൾ ദുർവ്യാഖ്യാനം ചെയ്തു. പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള തീരുമാനം അയ്മാൻ പിൻവലിച്ചത് തന്നെ മാനവികതയ്ക്ക് വേണ്ടി പിന്നെയും സംസാരിക്കാനാണ്. വംശീയതയ്ക്കും അധിനിവേശത്തിനുമെതിരെ പോരാടുക, ഇസ്രായേലിലെ പലസ്തീൻ പൗരർക്ക് തുല്യത ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തി അയ്മാൻ ഇപ്പോഴും ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമാണ്.